അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സ് കഴിഞ്ഞു. അതിൻ്റെ ഫിനാലെ ഇന്നായിരുന്നു റിലീസ് ചെയ്തത്. അവസാനത്തെ എപ്പിസോഡ് 2 മണിക്കൂറുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഡീസൻറ്റ് ഫിനാലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിച്ചത്ര ഒരു ഗ്രാൻഡിയർ, ഒരു എപ്പിക് സാധനമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന് കാരണം ഇവരിങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കയറ്റി ഇവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷേ കമ്പയർഡ് ടു ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ ആ ഒരു 3 എപ്പിസോഡ്, ആ ഒരു സീസൺ 5ൻ്റെ തന്നെ വോളിയം 2, അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫാർ ബെറ്റർ. ഈ വോളിയം 3 എന്ന് പറയുന്നത് അതിൽ കുറേ അനാവശ്യമായിട്ടുള്ള ഡയലോഗുകളും അനാവശ്യമായിട്ടുള്ള കുറേ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കുറേ വോക്ക് സാധനങ്ങളൊക്കെ കൂടി കുത്തിക്കയറ്റി അലമ്പാക്കിയിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് പനിയായിരുന്നു. അതാണ് ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാതിരുന്നത്. സോ ഫിനാലെ കൂടെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. സോ ഇൻ ടോട്ടൽ ഇറ്റ് വാസ് എ ഗുഡ് സീസൺ. അത് പക്ഷേ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ആദ്യത്തെ 4 എപ്പിസോഡിൻ്റെ ആ ഒരു ഹൈപ്പും അതിൻ്റെ ആ ഒരു ആൻറ്റിസിപ്പേഷനും പിന്നീട് അങ്ങോട്ട് അവർക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മെയിൻ പ്രശ്നം അതിന് മുമ്പ് പുറത്തിറങ്ങിയ ഒരു 3 എപ്പിസോഡും ഇതിൻ്റെ ഫിനാലയിലെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. നമുക്കറിയാം ഒരു ഒരു എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത് നമുക്കറിയാം. ഇത് എങ്ങനെയാണ്, എവിടേക്കാണ് ഇതിൻ്റെ പോക്ക് എന്നറിയാം എന്ന രീതിയിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ആൻഡ് ഇത് ഇവർ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്തിലേക്കാണെന്നുള്ളത് ഇതിന് മുമ്പ് ഇവർ ടീസ് ചെയ്തിരുന്നു കുറേ സമയത്തായിട്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ കമ്പയർഡ് ടു ഇതിന് വേണ്ടി പുറത്തിറങ്ങിയ അല്ലെങ്കിൽ സീസൺ 5 ഇറങ്ങുന്നതിന് അനുബന്ധിച്ച് ഇറങ്ങിയ കുറേ ഫാൻ തിയറി അത് വെച്ച് നോക്കുമ്പോൾ അതാണ് കുറേ ബെറ്റർ, കുറേ നല്ല ഗംഭീരമായിട്ടുള്ള ഇവർക്ക് ഈ പ്ലോട്ട് വെച്ച്. അല്ലാണ്ട് ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഇടയിൽ പോയിട്ട് ഇറ്റിലെ പെന്നിവേസ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ സൂപ്പർമാൻ വരിക, അയൺമാൻ വന്ന് രക്ഷിക്കുക, ഡോക്ടർ സ്ട്രേഞ്ച് വന്ന് തിരിക്കുക, ആ പരിപാടിയൊന്നുമല്ല. ഈ സ്ട്രേഞ്ചർ തിങ്സിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് ഈ യൂണിവേഴ്സിനെ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കുറേ തിയറീസ് ഉണ്ടായിരുന്നു. അതൊക്കെ അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇതിനേക്കാൾ കുറേ കൂട്ടി ബെറ്ററായിട്ട് ഇവർക്ക് ഈ എൻഡിങ് കൊണ്ടുവരായിരുന്നു എന്ന് പല സമയത്തും തോന്നിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഇത് നമുക്കറിയാം എങ്ങോട്ടാണ് പോക്കെന്ന് ഇവർ നേരത്തെ പറഞ്ഞു വെച്ചത് കൊണ്ട് നമുക്ക് ഒരു ഹൈ മൊമെൻ്റ് ഒന്നും എവിടെയും കിട്ടിയില്ല. ഈ കമ്പയർഡ് ടു ഇതിൻ്റെ തന്നെ ഈ ഫസ്റ്റ് വോളിയത്തിൽ, സീസൺ 5ൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ ആ ഒരു വില്ലിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഹൈ പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്ത് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ നിന്ന് കൊണ്ട് വെച്ചിട്ട് എല്ലാം കൂടി ജഗപൊകയാക്കി. എന്നാൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഈ പറയുമ്പോൾ മറ്റേ കാളി എന്നൊരു ക്യാരക്ടറൊക്കെ വെറും വേസ്റ്റ്, അട്ടർ വേസ്റ്റ് ആയിട്ടായിരുന്നു ഈ ഫിനാലെ വരെ. കമ്പയർഡ് ടു ഈ അവസാനത്തെ ഈ 8ാമത്തെയോ ഈ 7ാമത്തെ എപ്പിസോഡ് വരെ ഈ ആക്ച്വലി മില്ലി ബോബി വെയറിൻ്റെ 11 പോലും ഒരു ക്യാരക്ടർ സ്റ്റഡിയോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റോള് കൊടുത്തിട്ടില്ല. ആവശ്യമില്ല. വെറുതെ ജസ്റ്റ് അതിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ പോകുന്നത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടറിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് പല സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോൾ ഡസ്റ്റിന് അങ്ങനത്തെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പ്രോപ്പറായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു. ഞാൻ ഒരു അവസാനത്തെ ഒരു എപ്പിലോഗ് ഉണ്ട്, അറൗണ്ട് ഒരു മണിക്കൂറിനടുത്തൊരു 3/4 മണിക്കൂറൊക്കെ ഉണ്ട്. അതും അത്ര ഇങ്ങനെ നമുക്ക് ഒരു സിനിമയിലും ഒരു സീരീസിലൊക്കെ നമ്മളൊരു എപ്പിലോഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത് എങ്ങനെയാണ്, ഓക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞു. പക്ഷേ അതും കുറച്ച് വലിപ്പിച്ച പോലെ ഫീൽ ചെയ്തു. ആൻഡ് ഈ സീസണിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് ഇതിങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ഇതെല്ലാം പ്രോപ്പർലി സ്റ്റിച്ചഡായിട്ട് ഓക്കെ ഒരു സീസണാണ്, അതിന് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളിത് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിനെ ഇതേ സാധനം ഇവർ കട്ട് ചെയ്യാതെ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. കാരണം നെറ്റ്ഫ്ലിക്സ് എന്ന സാധനമാണ് ആക്ച്വലി എൻ്റെ ഓർമ്മയിൽ നമ്മളെ ആദ്യം ബിഞ്ച് വാച്ചിങ് എന്താണെന്ന് പഠിപ്പിച്ചത്. ബാക്കിയുള്ള എല്ലാ സീരീസുകളും ഇപ്പോൾ HBO ഇറങ്ങുന്ന സീരീസുകളും ബാക്കിയുള്ള എല്ലാ സീരീസുകളും ആഴ്ചയിൽ വീക്ക്ലി റിലീസ് ചെയ്തിരുന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ഒറ്റ സീസണിലുള്ള എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് നമുക്ക് തരിക. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അല്ലെങ്കിൽ അത് ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ ഇപ്പോൾ ഈവൻ സ്ട്രേഞ്ചർ തിങ്സിന് തന്നെ ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങിൽ ഒരു കുറേ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയാം. കാരണം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓട്ടോ സ്കിപ്പ് അടിച്ച് നമുക്ക് സ്കിപ്പ് ഇൻട്രോ കൊടുത്ത് നമുക്ക് ആ കണ്ടൻറ്റിലേക്ക് മാത്രം നമ്മളെ ഫുള്ളായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യിപ്പിച്ചു അതിലേക്ക് മാത്രം നമ്മളങ്ങനെ നമ്മളാ പിടിച്ചിരുത്തും. അതായിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അതിൽ നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരു സീരീസ് കൂടിയായിരുന്നു ഈ പറയുന്ന സ്ട്രേഞ്ചർ തിങ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സീരീസിനെ കൊണ്ടുവരുന്നത് അവസാനത്തെ സീസണാണെന്ന് പറഞ്ഞ് അത് വെട്ടിമുറിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഐ തിങ്ക് മറ്റേ നമ്മുടെ മണി ഹെസ്റ്റിലും ലാ കാസ ഡി പാപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പല വോളിയൂംസ് ആയിട്ട്. അത് ഓക്കെ, വോളിയം ആക്കണത് പിന്നെയും പോട്ടെ. ഇത് ഒന്നിന് തന്നെ 2, 3 ഇങ്ങനെ ചതറിക്കാതെ ന്യൂ ഇയറിന് ഇറങ്ങുക, ക്രിസ്മസിന് ഇറങ്ങുക, അടുത്ത വിഷുവിന്, അടുത്ത ഓണത്തിന് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയും അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഹൈയും അത് നമുക്ക് മിസ്സായി പോകും. പലരും ചിലപ്പോൾ ഈ ഫിനാലെ ഇന്ന് തന്നെ ഇറങ്ങുന്നുണ്ടെന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ആ രീതിക്കാണ് ഇവർ ഈ സ്പ്ലിറ്റ് ചെയ്ത സാധനങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഒരു പക്ഷേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫ്ലോയിലാണ് നമ്മൾ കണ്ടുപോകുന്നതെങ്കിൽ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മൾ മറന്ന് നമുക്കൊരു പ്രോപ്പർ ഒരു കംപ്ലീറ്റ് ഫീൽ നമുക്ക് കിട്ടിയാണ്. ഇത് ഈ സാധനം
പ്രത്യേകിച്ച് ഈ ഒരു ഫിനാലെയും ഇതിന് മുമ്പ് ഇറങ്ങിയ എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആദ്യത്തിൽ നല്ല കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ആദ്യത്തെ 4 എപ്പിസോഡ് ചറ പറന്നാണ് പോയത്. ഒരു ഒരു ലാഗും ഇല്ലാതെ, ഒരു ബോറടിയും ഇല്ലാതെ, ഒരു സീൻ പോലും അനാവശ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന 4 എപ്പിസോഡുകളായിരുന്നു. പിന്നെ ഇവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഇവർ ഇനീഷ്യലി ഇൻറ്റൻറ്റ് ചെയ്ത് ഞാൻ ഇവരുടെ ആ ഒരു ബിഹൈൻഡ് ദ സീൻ പോലെ സാധനങ്ങൾ കൊണ്ട് ഇവർ ഈ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ വോളിയം സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൽ ആ ഡിസ്കഷൻ സമയത്ത് ആ ഒരു വില്ലിൻ്റെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ അത് സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരും ഹൈ ആണ്, അതേപോലെ തന്നെ നമ്മളും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ തീർക്കണം, എങ്ങനെങ്കിലൊക്കെ ഒന്ന് എത്തിക്കണം എന്ന് പറഞ്ഞ രീതിയിലാണ് കുറേ സാധനങ്ങൾ കൊണ്ട് പോയിട്ടുള്ളത്. അവസാനത്തേക്ക് ആകുമ്പോൾ ഈ ഹെൻറി അല്ലെങ്കിൽ വെക്കൻ എന്ന ക്യാരക്ടറിനെ അണ്ടർ പവേർഡ് ആക്കുക, ഈ മറ്റേ മെയിനായിട്ടുള്ള സാധനം വരുന്നുണ്ട്. അതൊക്കെ ഓക്കെ കാണാൻ വിഷ്വലി അടിപൊളിയാണെങ്കിലും നമുക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വരാത്ത രീതിയിലും നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരാത്ത രീതിയിലുമാണ് ഇതിൻ്റെ ഫിനാലെ കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കമ്പയർഡ് ടു മറ്റ് സീരീസുകളിലൊക്കെ ഇതുപോലെ വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയുള്ള മറ്റു പല സീരീസുകളും നമുക്ക് അതിൻ്റെ ഈ നമ്മളെ ആൻറ്റിസിപ്പേഷൻ്റെ ഒരു 7 അയലത്ത് വരാത്ത രീതിയിലായി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ എൻഡിങ് കമ്പാരിറ്റീവ്ലി മറ്റ് സീരീസുകളുടെ എൻഡിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്, പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ അവർക്ക് കംപ്ലീറ്റ്ലി ഈ സീരീസിൽ നിന്ന് ഒഴിവാക്കായിരുന്നു. ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. കഴിഞ്ഞ ഈ സെക്കൻഡ് വോളിയത്തിൽ ആ മാക്സും മറ്റവർ ആ പോർട്ടലിൽ നിന്നിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കണം, അങ്ങനത്തെ കുറേ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതിൽ മിലിറ്ററി വൻ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ എന്തിന് അങ്ങനത്തെ ഒരു മിലിറ്ററി സെഗ്മെൻറ്റ് ഇതിൽ ആവശ്യമില്ല. അവർ വെറുപ്പിക്കലോട് വെറുപ്പിക്കൽ, ആ ക്യാരക്ടേഴ്സിനെ വെറുപ്പിക്കുക, നമ്മളെയും വെറുപ്പിക്കുക. അവരായിട്ട് യാതൊരു ഉപകാരവും ഇല്ല ഈ സീരീസിന്. അങ്ങനത്തെ കുറേ ഇപ്പോൾ ഈ കാളി എന്നൊരു ക്യാരക്ടറിനെ പോലെ ഉപകാരമില്ലാത്ത കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റിയത് ആണ് സീസണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയാണ്. ആൻഡ് അവസാനം ഒരു ഫോഴ്സ്ഡ് എൻഡിങ് പോലെയും പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കുന്ന പോലെയും ഫീൽ ചെയ്തു. അത് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ കണ്ടതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഞ്ച് വാച്ച് ചെയ്യാതെ സ്പ്ലിറ്റ് ആയിട്ട് കണ്ടതുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ഒറ്റയടിക്ക് ഈ എല്ലാ എപ്പിസോഡുകളും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യില്ല, നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ഇത് കണ്ടിട്ട് ഈ ഒരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്കാവണില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ ഇനി ഇതുപോലെ ഇവരിറക്കുന്ന വലിയ വലിയ സീരീസുകൾക്ക് നല്ലൊരു എൻഡിങ് അല്ലെങ്കിൽ പ്രോപ്പർ അവരുടെ ആ ഒരു സ്ട്രാറ്റജി തന്നെ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ ഇതുപോലെ ഇനി വലിയ സീരീസുകൾ വേറെ ഒന്നുമില്ല. ഇത് 2016 ഇറങ്ങിയതാണ് ഈ സ്ട്രേഞ്ചർ തിങ്സ്. പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഇടയിൽ വന്ന ഒരു മണി ഹേസ്റ്റും, ഇനിയിപ്പോൾ അവർ പുതിയതായിട്ട് ഒന്നേന്ന് തൊട്ട് ഏതെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ വാർണർ ബ്രോസിൻ്റെ അക്വിസിഷനും അങ്ങനത്തെ ബാക്കി കുറേ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അവരുടെ ആ ഒരു കോർ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. ഇനി എല്ലാം പുതിയ ഒരു ഫ്രഷ് ഒരു സെറ്റപ്പിലേക്ക് ആയിരിക്കും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ടു മീ പേഴ്സണലി സ്ട്രേഞ്ചർ തിങ്സ് ഇനീഷ്യലി കണ്ടു തുടങ്ങിയ ആദ്യത്തെ ഈ പറഞ്ഞ ഒരു 5-6 സീരീസുകളിൽ ഇടംപെട്ടൊരു സീരീസുകൾ കണ്ടു തുടങ്ങിയ സമയത്ത് ആദ്യം കാണുന്ന സാധനമായിരുന്നു. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ പറയുന്ന ബിഞ്ച് വാച്ചിങ്ങിനുള്ള ടെൻഡൻസിയും ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങുകളായിരുന്നു സ്ട്രേഞ്ചർ തിങ്സ് ആക്കിയത്. ആൻഡ് അവിടെ തുടങ്ങി നമ്മളിപ്പോൾ കണ്ടു തീരുന്നത് വരെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു സാറ്റിസ്ഫൈയിങ് യെറ്റ് നോട്ട് ദാറ്റ് എപ്പിക് ആയിട്ടുള്ള ഒരു ഫിനാലെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ, നോട്ട് ടു ബാഡ്, നോട്ട് ടു ഗുഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ കൂടി നന്നാക്കായിരുന്നു, സ്റ്റിൽ ഓക്കെ, നശിപ്പിച്ചില്ല എങ്കിലും നന്നാക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ കണ്ടവരുണ്ടെങ്കിൽ ഈ ഫിനാലെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ സീസൺ 5 പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.